ഗുഡ് മോർണിംഗ് ഓൾ ഓഫ് യു. ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ പ്രോബബിലിറ്റി ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ്റെ 4th ക്ലാസ് ആണ്. മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന് പുറമെ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഫ്രം ദ ബെർണോളി ആൻഡ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ. അവിടെ ഞാനൊരു ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് തന്നിട്ടുണ്ടായിരുന്നു. ഫോളോ ചെയ്യുന്ന ആൾക്കാർ, വീഡിയോസ് കാണുന്ന ആൾക്കാർ ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പം എന്തായാലും ഞാൻ ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഒന്ന് പറയാം. ഓക്കെ, ക്വസ്റ്റ്യൻ എന്തായിരുന്നു? എക്സ് ഫോളോ ചെയ്യുന്നത് ബൈനോമിയൽ n 1/4 ആണ്. പിന്നെ അവിടെ ഹോൾഡ് ചെയ്യുന്ന ഒരു ഇൻഇക്വാലിറ്റി നമുക്ക് തന്നിട്ടുണ്ട്, ഇൻക്ലൂഡിംഗ് പ്രോബബിലിറ്റി, ദാറ്റ് ഇസ് പി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0.7. ഇങ്ങനെ ഒരു ഹോൾഡഡ് ആയിട്ടുള്ള ഇൻഇക്വാലിറ്റിയും തന്നിട്ടുണ്ടായിരുന്നു. സോ ദ ടാസ്ക് ഇസ് ദാറ്റ് ഫൈൻഡ് ദ സ്മോളസ്റ്റ് വാല്യൂ ഓഫ് n എന്നുള്ളതാണ്. ഏറ്റവും ചെറിയ വാല്യൂ ഓഫ് n ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. കുറച്ച് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു അല്ലെ, 1 2 3 4 5 6 7 സംതിങ്, ഒരു 4 ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. അപ്പൊ എന്താണ് ഇവിടുത്തെ സ്മോളസ്റ്റ് വാല്യൂ ഓഫ് n എന്നുള്ളതാണ്. ഇത് ASRB നെറ്റിനോ സംതിങ് അങ്ങനെ എന്തോ ഒരു എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമ്മൾ തന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ, അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നിട്ടുള്ള കാര്യങ്ങൾ നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യുക, തന്നിട്ടുള്ള കാര്യങ്ങൾ നമ്മളൊന്ന് ആലോചിക്കുക, ഒന്ന് ഒബ്സർവ് ചെയ്യുക എന്തൊക്കെയാണ് തന്നിട്ടുള്ളത് എന്നുള്ളത്. ഇപ്പൊ ഇവിടെ തന്നിട്ടുള്ളത് എക്സ് ഫോളോ ചെയ്യുന്നത് ബൈനോമിയൽ n 1/4 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡിസ്ട്രിബ്യൂഷൻ ആണ്. അതായത് എക്സ് ഫോളോ ചെയ്യുന്ന ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഈ n തന്നിട്ടില്ല, അതാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, ഇവാലുവേറ്റ് ചെയ്യേണ്ടത്. ദെൻ എൻ പി എന്നാണ് നമ്മൾ എപ്പോഴും ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനെ ഡിനോട്ട് ചെയ്യാറുള്ളത്. സോ 1/4 എന്ന് പറഞ്ഞിട്ട് ഇവിടെ തന്നിട്ടുള്ളത് നമ്മുടെ പിയുടെ വാല്യൂ ആണ്. 1/4 പി മീൻസ് ദ പ്രോബബിലിറ്റി ഓഫ് സക്സസ് തന്നിട്ടുണ്ട്. സോ വി നീഡ് ടു ഫൈൻഡ് ഔട്ട് ദ സ്മോളസ്റ്റ് വാല്യൂ ഓഫ് n. ഇത് നമുക്ക് തന്നിട്ടുള്ളത് ഒരു പ്രോബബിലിറ്റി ആണ്. അത് നമുക്ക് എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യാമെന്ന് നോക്കാം. നമുക്ക് എന്നിന്റെ വാല്യൂ ആക്ച്വലി അറിയില്ല. എന്നിന്റെ വാല്യൂ അറിയാമെന്നുണ്ടായിരുന്നെങ്കിൽ, അതായത് because in the case of binomial distribution, the support of x is very important for a distribution. ഒരു ഡിസ്ട്രിബ്യൂഷന്റെ കേസിൽ അതിന്റെ സപ്പോർട്ടിനാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. സപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സിന്റെ റേഞ്ച്. ബിക്കോസ് ഓരോ ഡിസ്ട്രിബ്യൂഷനെയും ഡിസ്ട്രിബ്യൂഷനായിട്ട് മാറ്റുന്നത് അതിന്റെ റേഞ്ച് നോക്കിയിട്ട് തന്നെയാണ് അല്ലേ. ഇപ്പൊ കണ്ടിന്യൂസ് ആണെങ്കിൽ ലിമിറ്റ് വൈസ് ആയിരിക്കും റേഞ്ച് തന്നിട്ടുണ്ടാവുക, സപ്പോർട്ട് തന്നിട്ടുണ്ടാവുക, ലൈക്ക് ദാറ്റ്. അപ്പൊ എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് നമുക്കറിയാം 0 മുതൽ n വരെയാണ്. അപ്പൊ ഇവിടെ നമുക്ക് ആ എന്നിന്റെ വാല്യൂ ആണ് ഫൈൻഡ് ചെയ്യേണ്ടത്. അപ്പൊ അതുകൊണ്ട് തന്നെ എക്സിന്റെ വാല്യൂ എവിടെ വരെ പോകുന്നു നമുക്ക് അറിയില്ല. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന പ്രോബബിലിറ്റിയിൽ പി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0.7 അങ്ങനെയാണ്. ഓക്കെ, ഈ പ്രോബബിലിറ്റി നമ്മൾ സാധാ പോലെ ഇവാലുവേറ്റ് ചെയ്യുകയാണെങ്കിൽ എക്സിന്റെ വാല്യൂസ് എന്തൊക്കെ വരാം? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1, അത് കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഗ്രേറ്റർ ദാനും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, അല്ലെങ്കിൽ ലെസ് ദാനും ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഫോർ ദ കേസ് ഓഫ് ഡിസ്ക്രീറ്റ് ഡിസ്ട്രിബ്യൂഷൻ ഇസ് ഡിസ്റ്റിങ്ക്ട്. ഇപ്പൊ ഡിസ്ക്രീറ്റ് കേസിൽ ഗ്രേറ്റർ ദാൻ എന്ന് പറഞ്ഞാൽ ആ വാല്യൂ ഇൻക്ലൂഡഡ് അല്ല. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ ദാറ്റ് വാല്യൂ ഇസ് ഓൾസോ ഇൻക്ലൂഡഡ്. സോ ആ ഒരു ഡിഫറൻസ് ഉണ്ട് ഡിസ്ക്രീറ്റിന്റെ കേസിൽ. അപ്പൊ ഇവിടെ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സിന്റെ വാല്യൂ 1 മുതൽ n വരെ ആകാം. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് ആ n ആണ് ഫൈൻഡ് ചെയ്യേണ്ടത്. ഇനിയിപ്പോ ആ n അറിയാമെങ്കിൽ തന്നെയും 1 മുതൽ n വരെ കുറെ വാല്യൂണ്ട് ചെയ്യുന്നതിലും ബെറ്റർ അല്ലേ ഈ പ്രോബബിലിറ്റി നമുക്ക് ഒന്ന് റീറൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പി ഓഫ് എക്സ് 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 0 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0.7. ഇതല്ലേ ബെറ്റർ? ബിക്കോസ് പ്രോബബിലിറ്റിക്ക് അകത്ത് ഒറ്റ വാല്യൂ ഓഫ് എക്സ് വരുന്നുള്ളൂ. സോ ദാറ്റ് ഇസ് വെരി ഈസി ടു ഫൈൻഡ് ഔട്ട്. അപ്പൊ നമ്മൾ അതിനെ എങ്ങനെ റീറൈറ്റ് ചെയ്തു? 1 മൈനസ് പി ഓഫ് എക്സ് ഈക്വൽ ടു 0. ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ 1 മൈനസ്, അതായത് 0.7 ഇപ്പുറത്ത് കൊണ്ടുവന്ന് പ്രോബബിലിറ്റി അപ്പുറത്ത് കൊണ്ടുപോകാം. അപ്പൊ എന്തുവരും? പി ഓഫ് എക്സ് ഈക്വൽ ടു 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 മൈനസ് 0.7 എന്ന് വരും. ശരിയല്ലേ? ഒന്നും ചെയ്തില്ല, ഇതിനെ ഇപ്പുറത്ത് കൊണ്ടുവന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും ലെസ് ദാൻ ഓർ ഈക്വൽ ടു വരുമല്ലോ പ്രോബബിലിറ്റിക്ക്. ഈ 0.7 ഇപ്പുറത്ത് വന്നു, അപ്പൊ 1 മൈനസ് 0.7. ഞാൻ പിന്നെ അത് കുറച്ചും കൂടി ഒരു ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് റിവേഴ്സിൽ തന്നെ എഴുതിയേ ഉള്ളൂ.
ഇനി ഇതിനെ എങ്ങനെ എഴുതാം നമുക്ക്? പ്രോബബിലിറ്റി ഓഫ് x equal to 0 is less than or equal to 0.3. 1 minus 0.7 0.3 ആണ്. So probability of x equal to 0 less than or equal to 0.3. ഇനിയിപ്പോൾ ഒരു കൺഫ്യൂഷൻ വരും, ഇത് വെച്ചിട്ട് എന്ത് ചെയ്യാനാന്നുള്ളത്. നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വെറുതെ നോക്കുക, അല്ലാതെ ഇപ്പൊ വേറെ അതിലൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. പി ഓഫ് എക്സ് ഇക്വൽ ടു 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സിന് 0 വാല്യൂ കൊടുക്കുക എന്ന് പറഞ്ഞാൽ എൻ സി 0 p raised to x. So 1/4 the whole raised to 0. Then q raised to n minus x. p 1/4 ആണെങ്കിൽ q എന്തായിരിക്കും? ഓട്ടോമാറ്റിക്കലി 3/4 ആയിരിക്കും. Because p plus q is equal to 1. So 1 minus q is equal to p, അല്ലെങ്കിൽ q is equal to 1 minus p. അപ്പോൾ 3/4. 3/4 the whole raised to n minus x, n minus 0 less than or equal to 0.3. Simple. NC0 ഇല്ല, വാല്യൂ ഇല്ല. 1/4 the whole raised to 0, any number raised to 0 1. Then NC0 എന്ന് പറഞ്ഞാലും 1 ആയിട്ട് തന്നെയാണ് നമ്മൾ എടുക്കുക. Then ഇവിടെ ആകെ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ എന്തേ ഉള്ളൂ? 3/4 the whole raised to n less than or equal to 0.3. ഇനി സ്മോളസ്റ്റ് വാല്യൂ ഓഫ് n ആ നമുക്ക് വേണ്ടത്. അപ്പൊ ഇനിയിപ്പോ എവിടുന്ന് എങ്ങനെ n കണ്ടുപിടിക്കാന്നുള്ള ഒരു കൺഫ്യൂഷൻ വരും. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അവിടെ നമ്മൾ ഭയങ്കരമായിട്ട് ഫർദർ കാൽക്കുലേഷൻസിലേക്ക് പോവാന്നുള്ളതല്ല, സ്മാർട്ടായിട്ട് എങ്ങനെ ചെയ്യാം എന്നുള്ളത് നമ്മൾ ചിന്തിക്കുക. അപ്പൊ എന്താ ചെയ്യേണ്ടത്? എന്നിന് ട്രയൽ ആൻഡ് എറർ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. എന്നിന് ഇപ്പൊ ആദ്യം നമുക്ക് എന്ത് കൊടുക്കാം? ഒരു 1 കൊടുത്ത് നോക്കാം. 1 കൊടുത്താൽ എന്ത് വരും? 1 കൊടുത്താൽ എന്ത് വരും? അതായത് നമുക്കിപ്പോ നിൽക്കുന്ന ഇൻഇക്വാലിറ്റി എന്ന് പറയുന്നത് 3/4 the whole raised to n less than or equal to 0.3 ആണ്. എന്നിന് 1 കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ എന്താ സംഭവിക്കുക? 3/4 less than or equal to 0.3. അത് ഹോൾഡബിൾ ആയിട്ടുള്ള ഒരു ഇൻഇക്വാലിറ്റി ആണോ? 3/4 എന്ന് പറയുന്നത് എന്താ? 3/4 എന്ന് പറയുന്ന 0.75 സംതിങ് അല്ലേ വരാ? അതെന്തായാലും നോട്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0.3 ആണ്. അപ്പൊ എന്നിന്റെ വാല്യൂ 1 അല്ല. ഇനി എന്നിന് 2 കൊടുത്ത് നോക്ക്. 3/4 the whole square less than or equal to 0.3. അതും എന്തായാലും വരില്ല. 3/4 the whole square അതായത് 9/16 വരും. 9/16 ഒരിക്കലും എന്താവില്ല? 0.3യേക്കാൾ ചെറുതാവില്ല. Then ഇനി n equal to 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. 3/4 the whole raised to 3 less than or equal to 0.3 ആണോ? അതായത് 3 cube by 4 cube. അതും ഈ പറഞ്ഞ മാതിരി ഒരിക്കലും less than or equal to 0.3 ആവില്ല. Then n equal to 4 കൊടുത്ത് നോക്കുക. That is 3/4 the whole raised to 4 less than or equal to 0.3 ആണോ നോക്കുക. അതും ഒരിക്കലും less than or equal to 0.3 ആവില്ല. Finally n equal to 5 കൊടുത്ത് നോക്ക്. 3/4 the whole raised to 5 less than or equal to 0.3 ആണോ? ആണ്. So n equal to 5 is the smallest value of n. സ്മോളസ്റ്റ് വാല്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. സോ സിമ്പിൾ ആണ്. കൊടുത്തു വരുമ്പോൾ കിട്ടുന്ന ആദ്യത്തെ ഒബ്സർവേഷൻ എടുത്താൽ മതി. ഓക്കെ, ഇപ്പൊ സിമ്പിൾ ആയില്ലേ? ഇത്രേ ഉള്ളൂ. ചുമ്മാ ട്രയൽ ആൻഡ് എറർ മെത്തേഡ് കൊടുക്കുക. സോ ദ ഫൈനൽ ആൻസർ ഇസ് n is equal to 5. അതേപോലെ ഒരു കാര്യം കൂടി പറയാൻ വിട്ടുപോയി. അതായത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ, അതായത് ഇതിന്റെ പാർട്ട് 3 സെക്ഷനിൽ ഇട്ടൊരു വീഡിയോയിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ബെർണോളി ഡിസ്ട്രിബ്യൂഷൻ്റെ ഒരു ക്വസ്റ്റ്യനിലാണ്. അപ്പൊ അതിങ്ങനെ പറഞ്ഞു വന്നപ്പോൾ അബദ്ധത്തില് ബെർണോളി ഡിസ്ട്രിബ്യൂഷന്റെ വേരിയൻസ് ക്യൂ എന്ന് പറഞ്ഞു പോയിട്ടുണ്ട്. സോറി ഫോർ ദ മിസ്റ്റേക്ക്. അതറിയാലോ, പി ക്യൂ ആണ്. അത് ഓൾറെഡി നമ്മൾ അതിന് മുന്നത്തെ ഒരു വീഡിയോയിൽ പി ക്യൂ ആണെന്ന് തന്നെ പറയുന്നുണ്ട്. അതിങ്ങനെ പറഞ്ഞു പോയപ്പോൾ തെറ്റിപ്പോയതാണ്, സോറി. ഓക്കെ, അപ്പൊ ഇത്രയൊക്കെയാണ് ബൈനോമിയൽ ആൻഡ് ബെർണോളി ഡിസ്ട്രിബ്യൂഷൻസിൽ നിന്ന് നമ്മൾ ക്വസ്റ്റ്യൻസ് പറയുന്നത്. അപ്പൊ ബൈനോമിയൽ ആൻഡ് ബെർണോളി ഡിസ്ട്രിബ്യൂഷൻ കഴിഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് അടുത്ത പറയാനുള്ളത് പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ ആണ്. പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡിസ്ട്രിബ്യൂഷൻ ആണ് പോയ്സോണും. പക്ഷേ ഒരുപാട് ഇമ്പോർട്ടൻസുകൾ ഉള്ള ഒരു ഡിസ്ട്രിബ്യൂഷൻ ആണ്. അതായത് നമുക്കിങ്ങനെ ഓർത്ത് വെക്കാൻ കുറെ അധികം പോയിന്റുകളും ഫീച്ചേഴ്സും ഒക്കെ ഉള്ള ഒരു ഡിസ്ട്രിബ്യൂഷൻ ആണ് പോയ്സൺ ഡിസ്ട്രിബ്യൂഷൻ. പിന്നെ പോയ്സൺ ഡിസ്ട്രിബ്യൂഷനെ പറ്റി പറയുമ്പോൾ നമ്മൾ ഡയറക്റ്റ് അതിന്റെ ഫീച്ചേഴ്സിലോട്ടൊക്കെ പോകുന്നതിന് മുന്നേ ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ ഉണ്ട് പോയ്സണിന്. ഓക്കെ, 1937 പോയ്സൺ ഡിസ്ട്രിബ്യൂഷൻ ഫസ്റ്റ് ഓഫ് ഓൾ ഇൻവെന്റ് ചെയ്യുന്നത്. 1937. ഓക്കെ, ഇനി
പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുമ്പോൾ ഇപ്പൊ നമ്മൾ ആദ്യം മുതലേ പറഞ്ഞു ഓരോ ഡിസ്ക്രീറ്റ് ഡിസ്ട്രിബ്യൂഷൻസും കണക്റ്റഡ് ആണ്. ബെർണോളിയിൽ നിന്നാണ് നമ്മൾ ബൈനോമിയലിലേക്ക് വന്നത്. അതേപോലെ തന്നെ ബൈനോമിയലിൽ നിന്ന് നമുക്ക് പോയിസണിലേക്ക് വന്നൂടെ? വരാം. അതായത് ബൈനോമിയലിന്റെ കേസില് ബൈനോമിയലിന്റെ പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ എങ്ങനെയായിരുന്നു? എൻ സി എക്സ് പി റേസ് ടു എക്സ് ക്യൂ റേസ് ടു എൻ മൈനസ് എക്സ്. ഇവിടെ എൻ എന്ന് പറയുന്ന നമ്പർ ഓഫ് സക്സസുകളാണ്, അല്ലെങ്കിൽ നമ്പർ ഓഫ് ട്രയലുകളാകാം. പി എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് സക്സസ് ആണ്. ക്യൂ എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് ഫെയിലൂർ ആണ്. എൻ പി എന്ന് പറയുന്നത് മീൻ ആണ്. എൻ പി ക്യൂ എന്ന് പറയുന്നത് വേരിയൻസ് ആണ്. സോ ഇത്രയും ഫീച്ചേഴ്സ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ബൈനോമിയലിനുള്ളത്. ഇനി എങ്ങനെ പോയിസണിലേക്ക് വരാം? ഈ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനില് when n turns to infinity and probability of success decreases to 0, ഈ രണ്ട് കണ്ടീഷൻസ് ആൻഡ് ഓൾസോ എൻ പി ഈക്വൽ ടു ലാംഡ, ഈ മൂന്ന് കണ്ടീഷൻസ് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്താണ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനിൽ നിന്ന് നമ്മൾ പോയിസൺ ഡിസ്ട്രിബ്യൂഷനിലേക്ക് വരുന്നത്. അതായത് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ അവിടെ നമ്പർ ഓഫ് സക്സസുകൾ ഫോളോ ചെയ്യുന്ന ഡിസ്ട്രിബ്യൂഷൻ ആണ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ. എന്നിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഓൾവൈസ് ഫൈനൈറ്റ് ആണ്. എൻ എപ്പോഴും ഫൈനൈറ്റ് ആയിരിക്കും. സക്സസിന്റെ പ്രോബബിലിറ്റി ആണ് പി. നമ്മളിപ്പോ ഡെയിലി ലൈഫിൽ എന്ത് കാര്യം ചെയ്താലും നമ്മുടെ എയിം എന്താണ്, മോട്ടീവ് എന്താണ്? സക്സസിന്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് എപ്പോഴും ഹൈ ആയിരിക്കണം എന്നുള്ളതാണ്. ബിക്കോസ് നമ്മൾ ഇപ്പോൾ ഒരു ടെക്സ്റ്റ് പ്രിന്റ് ചെയ്യാന്നുണ്ടെങ്കിൽ മാക്സിമം പ്രിന്റിംഗ് മിസ്റ്റേക്സ് നമ്മൾ ലോ ആയിരിക്കാനേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, എപ്പോഴും റെസ്പോൺസിബിൾ ആയിരിക്കുള്ളൂ, അല്ലേ? അതായത് നമ്മൾ എന്ത് കാര്യം ചെയ്താലും മാക്സിമം സക്സസിന്റെ പ്രോബബിലിറ്റി ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഒരു മോട്ടീവ് എന്ന് പറയുന്നത്. സോ ബൈനോമിയലിന്റെ കേസിലും സക്സസിന്റെ പ്രോബബിലിറ്റി പി അതിൻ്റെതായ ഇമ്പോർട്ടൻസ് ഉണ്ട്. പക്ഷെ പോയിസണിലേക്ക് വരുമ്പോൾ ദാറ്റ് പ്രോബബിലിറ്റി ഈസ് ടെൻഡിങ് ടു 0. അതായത് സക്സസിന്റെ പ്രോബബിലിറ്റി ഇങ്ങനെ ഡിക്രീസ് ചെയ്ത് 0യിലേക്ക് ടെൻഡ് ചെയ്യുന്നു. അതായത് ഫെയിലൂറിന്റെ ചാൻസ് ആണ് അവിടെ കൂടുതൽ. അതായത് റെയർ ഇവന്റുകൾക്കാണ് നമ്മൾ പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ പറയുക. ബിക്കോസ് റെയർ ഇവന്റുകൾക്കാണ് നമ്മൾ സക്സസിന്റെ പ്രോബബിലിറ്റി ഏറ്റവും കുറഞ്ഞു കാണുന്നത്. ഫോർ എക്സാമ്പിൾ നമ്പർ ഓഫ് ആക്സിഡൻസ്, സക്സസിന്റെ പ്രോബബിലിറ്റി അവിടെ കുറവല്ലേ? എന്ന് വെച്ചാൽ സൂയിസൈഡ് ചെയ്യുന്ന ഒരാള് അല്ലെങ്കിൽ ആക്സിഡന്റിൽ വരുന്ന ഒരാള് നല്ല സിവിയർ ആയിട്ടുള്ള ഒരു ആക്സിഡന്റ് ആണെങ്കിൽ, അല്ലെങ്കിൽ നല്ല സിവിയർ ആയിട്ടുള്ള ഒരു സൂയിസൈഡ് അറ്റംപ്റ്റ് ആണെന്നുണ്ടെങ്കിൽ അതവിടെ നമുക്ക് ജീവിക്കാനുള്ള പ്രോബബിലിറ്റി ആണ് കുറവ്. പിന്നെ അതേപോലെ നമ്പർ ഓഫ് റോങ് ടെലിഫോൺ കോൾസ്. ഇപ്പൊ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരാൾക്ക് റോങ് ആയിട്ടുള്ള കോൾസ് വന്നോണ്ടേ ഇരിക്കുകയല്ലോ. അപ്പൊ അവിടെ അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ റെയർ ആയിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. നമ്പർ ഓഫ് പ്രിന്റിംഗ് മിസ്റ്റേക്സ്. ഇപ്പൊ ഒരു ബുക്ക് ഞാൻ പ്രിന്റ് ചെയ്യുമ്പോൾ എല്ലാ മിസ്റ്റേക്ക് ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടല്ലല്ലോ നമ്മൾ പ്രിന്റ് ചെയ്യാം. സോ നമ്പർ ഓഫ് പ്രിന്റിംഗ് മിസ്റ്റേക്സ്, നമ്പർ ഓഫ് ആക്സിഡൻസ്, നമ്പർ ഓഫ് റോങ് ടെലിഫോൺ കോൾസ്, ഇങ്ങനെയൊക്കെയുള്ള റെയർ ആയിട്ടുള്ള ഇവന്റുകളാണ് നമ്മൾ പോയിസൺ ഡിസ്ട്രിബ്യൂഷനിൽ പറയാ. ബിക്കോസ് സക്സസിന്റെ പ്രോബബിലിറ്റി വളരെ കുറവാണ് ആൻഡ് ദ നമ്പർ ഓഫ് ട്രയൽസ് ടെൻഡിങ് ടു ഇൻഫിനിറ്റി. അത് നമുക്ക് കുറേ തവണ എക്സ്പെരിമെന്റ് ചെയ്യുമ്പോഴും സക്സസിന്റെ പ്രോബബിലിറ്റി ഈസ് വെരി ലെസ്. ആൻഡ് ഓൾസോ എൻ പി ഈക്വൽ ടു ലാംഡ. ഈ മൂന്ന് സിറ്റുവേഷൻസ് കൊടുക്കുന്ന സമയത്താണ് എൻ പി ഈക്വൽ ടു ലാംഡ എന്ന് തന്നെ പറയാനുള്ള റീസൺ നമ്മൾ പോയിസൺ ഡിസ്ട്രിബ്യൂഷന്റെ പാരാമീറ്റർ ലാംഡ ആയിട്ട് അസൈൻ ചെയ്യുന്നതുകൊണ്ടാണ്. ചില ടെക്സ്റ്റുകളിൽ മ്യൂ എന്ന് പറയാറുണ്ട്. അപ്പൊ അത് ഞാൻ ഒരു ദിവസം പറയണമെന്ന് വിചാരിച്ചതാണ്. ഈ പാരാമീറ്റർ എന്ന് പറയുന്നതിന്റെ മീനിങ് എന്ന് പറയുന്നത് ഓൺലി വൺ മീനിങ്ങേ പാരാമീറ്ററിനുള്ളൂ, അൺനോൺ ആസ്പെക്ട്. അൺനോൺ ആസ്പെക്ട് എന്ന് പറയുന്ന ഒറ്റ മീനിങ്ങേ നമുക്ക് എന്തിലുള്ളൂ, പാരാമീറ്ററിനുള്ളൂ. അതിന്റെ ഡിനോട്ടേഷൻസ് പലതും ആകാം. ഇപ്പൊ പോയിസൺ ഡിസ്ട്രിബ്യൂഷനെ ലാംഡ എന്ന് ഡിനോട്ട് ചെയ്യുന്നുണ്ട്, അതേപോലെ മ്യൂ എന്ന് ഡിനോട്ട് ചെയ്യുന്നുണ്ട്, തീറ്റ എന്ന് ഡിനോട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ ചിലപ്പോൾ ലാംഡ എന്ന് പഠിച്ചു വെക്കും. ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു തീറ്റയൊക്കെ ആണെങ്കിൽ പാരാമീറ്ററിനെ പല രീതിക്ക് നമുക്ക് ഡിനോട്ട് ചെയ്യാം, ബട്ട് ഓൺലി ദ മീനിങ് ഇസ് ദ അൺനോൺ ആസ്പെക്ട് എന്നുള്ളതാണ്. അപ്പൊ ഇതാണ് പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ. നമ്പർ ഓഫ് ട്രയൽസ് ഇൻഫൈനൈറ്റ് ആകുന്നു, അതായത് n tends to infinity ആകുന്നു. സക്സസിന്റെ പ്രോബബിലിറ്റി വളരെ കുറയുന്നു, എൻ പി ഈക്വൽ ടു ലാംഡ ആകുന്നു. ദാറ്റ് മീൻസ് റെയർ ആയിട്ട് സംഭവിക്കുന്ന ഇവന്റുകളെയാണ് നമ്മൾ പോയിസൺ റാൻഡം വേരിയബിൾസ് ആയിട്ട് പറയുന്നത്. അതും മിക്കവാറും ക്വസ്റ്റ്യൻസിനൊക്കെ ചോദിക്കാറുണ്ട്. സിറ്റുവേഷൻസ് തന്നിട്ട് ഏത് ഡിസ്ട്രിബ്യൂഷൻ ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട്. അപ്പൊ റെയർ ഇവന്റ് ഒക്കെയാണ് പറയുന്നതെങ്കിൽ പോയിസൺ ആയിരിക്കും. അപ്പൊ അങ്ങനെ വരുമ്പോൾ അടുത്ത അതിന്റെ പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ എന്താണ്, അത് ബൈ ഹാർട്ട് ചെയ്ത് വെക്കാം. ക്വസ്റ്റ്യൻസ് ഒക്കെ
കുറെ സെന്റൻസ് വൈസ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോൾ അതിൽ ചിലപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ ഏതാണെന്ന് നമ്മൾ തന്നെ കണ്ടുപിടിക്കേണ്ടി വരും. അപ്പോൾ മാസ് ഫംഗ്ഷൻ ഒക്കെ നമ്മൾ തന്നെ എഴുതേണ്ടി വരും. റേസ് ടു മൈനസ് ലാംഡ, ലാംഡ റേസ് ടു എക്സ് ബൈ എക്സ് ഫാക്ടോറിയൽ. എക്സിന്റെ വാല്യൂ 0 1 2 3 എക്സെട്ര. കണ്ടോ, ബൈനോമിയൽ ആയിരുന്നപ്പോൾ 0 1 2 3 എക്സെട്ര അപ് ടു n പറയായിരുന്നു. പക്ഷെ ആ n ഇവിടെ ഫൈനൈറ്റ് അല്ല, ഇൻഫൈനൈറ്റ് ആണ്. സോ എക്സെട്ര അപ് ടു ഇൻഫിനിറ്റി ആൻഡ് 0 അതർവൈസ്. ഓക്കെ, ഇതാണ് പോയ്സൺ ഡിസ്ട്രിബ്യൂഷന്റെ പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ അവിടെ നമുക്കിപ്പോ ഈ പറഞ്ഞ കാര്യം ഒരു സെന്റൻസ് ആയിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പൊ നമ്മളിപ്പോ ഈ പറഞ്ഞു നിർത്തിയ കാര്യം ഒരു സെന്റൻസ് ആയിട്ട് പറയുകയാണെങ്കിൽ എങ്ങനെ പറയാം? പോയ്സൺ ഡിസ്ട്രിബ്യൂഷൻ ഇസ് എ ലിമിറ്റിംഗ് ഫോം ഓഫ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ. അപ്പൊ അതൊരു പോയിന്റ് ആയിട്ട് വേണമെങ്കിൽ പഠിച്ചു വെച്ചു. അത് ഞാൻ അതിൽ എഴുതി ചേർത്തിട്ടില്ല. പോയ്സൺ ഡിസ്ട്രിബ്യൂഷൻ ഇസ് എ ലിമിറ്റിംഗ് ഫോം ഓഫ് binomial distribution. ഓക്കെ, പോയ്സൺ ഡിസ്ട്രിബ്യൂഷൻ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ഒരു ലിമിറ്റിംഗ് ഫോം ആണ്. അതാണ് നമ്മൾ ഇത്രയും നേരം സ്റ്റോറി ആയിട്ട് പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങൾ ഒറ്റ സെന്റൻസിൽ പറയുമ്പോൾ ഇങ്ങനെയാണ്. ഓക്കെ, ഇനി പോയ്സൺ ഡിസ്ട്രിബ്യൂഷന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫീച്ചർ എന്ന് പറയുന്നത് മീൻ ഈക്വൽ ടു വേരിയൻസ് ആണ്. മീൻ ഈക്വൽ ടു വേരിയൻസ് ആണ്. അത് മീൻ ഈക്വൽ ടു വേരിയൻസ് ആയിട്ടുള്ള ഒരേ ഒരു ഡിസ്ക്രീറ്റ് ഡിസ്ട്രിബ്യൂഷൻ ആണ് പോയ്സൺ. അപ്പൊ അതിന്റെ ഒരു ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ സ്റ്റാറ്റിസ്റ്റിക്കലി പറയാന്നുണ്ടെങ്കിൽ, ഇപ്പൊ നമുക്കൊരു ഡേറ്റയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ മീനും വേരിയൻസും കണ്ടുപിടിക്കുമ്പോൾ ഈക്വൽ ആയിട്ടൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി ഫീച്ചേഴ്സും കൂടെ നോക്കി നമുക്കിത് പോയ്സൺ ഡിസ്ട്രിബ്യൂഷൻ ആണെന്ന് തീരുമാനിക്കാം. അതായത് ഡേറ്റ അനാലിസിസിലൊക്കെ നമുക്കത് യൂസ്ഫുൾ ആവും. ഇങ്ങനെയുള്ള ഫീച്ചേഴ്സ് ഒക്കെ അവിടെയൊക്കെയാണ് ശരിക്കും കൂടുതൽ യൂസ്ഫുൾ ആവുക. അപ്പൊ മീൻ ഈക്വൽ ടു വേരിയൻസ് എന്ന് പറയുന്നത് പോയ്സൺ ഡിസ്ട്രിബ്യൂഷന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫീച്ചർ ആണ്. ഡിസ്ക്രീറ്റ് ഡിസ്ട്രിബ്യൂഷൻസിൽ പോയ്സൺ കൊണ്ട് മാത്രമാണ് മീൻ ഈക്വൽ ടു വേരിയൻസ് എന്ന് പറയുന്ന ഫീച്ചർ എക്സിസ്റ്റ് ചെയ്യുന്നത്. അത് മിക്കവാറും ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. മിക്കവാറും ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവാറുണ്ട്. ഒന്നുകിൽ വാട്ട് ഈസ് ദ പ്രോപ്പർട്ടി ഓഫ് പോയ്സൺ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞിട്ട് 4 രീതിക്ക് വരും. മീൻ ഗ്രേറ്റർ ദാൻ വേരിയൻസ്, മീൻ ലെസ് ദാൻ വേരിയൻസ്, മീൻ ഈക്വൽ ടു വേരിയൻസ്, അങ്ങനെ ചോദിക്കാം. അല്ലെങ്കിൽ ദ ഡിസ്ട്രിബ്യൂഷൻ ഇൻ വിച്ച് ദ മീൻ ആൻഡ് വേരിയൻസ് ആർ ഈക്വൽ എന്ന് പറഞ്ഞിട്ട് 4 ഡിസ്ട്രിബ്യൂഷൻസിന്റെ പേരോ എങ്ങനെയാണെങ്കിലും അത് ചോദിക്കാറുണ്ട്. ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. മീൻ ഈക്വൽ ടു വേരിയൻസ് വരുന്നത് പോയ്സൺ ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഇനി ഇവിടുത്തെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് പോയ്സൺ ഡിസ്ട്രിബ്യൂഷന്റെ കേസിൽ നമ്മൾ എല്ലാവരും പഠിച്ചു വെക്കും മീൻ ഈക്വൽ ടു വേരിയൻസ് ആണ്, മീൻ ഈക്വൽ ടു വേരിയൻസ് ആണെന്ന് പഠിച്ചു വെക്കും. പക്ഷെ മീൻ ഈക്വൽ ടു വേരിയൻസിന് പുറമെ കുറെ അധികം സെൻട്രൽ മൊമെന്റുകൾ ഈക്വൽ ആയിട്ടുള്ള ഒരു ഡിസ്ട്രിബ്യൂഷനും പോയ്സൺ ആണ്. അതായത് ഫസ്റ്റ് സെൻട്രൽ മൊമെന്റ്, സെക്കൻഡ് സെൻട്രൽ മൊമെന്റ്, തേർഡ് സെൻട്രൽ മൊമെന്റ്, μ1 ഈക്വൽ ടു μ2 ഈക്വൽ ടു μ3, ഇതെല്ലാം ലാംഡയാണ്. അത് ഓർത്ത് വയ്ക്കാം. μ1 μ2 μ3 ഈക്വൽ ടു ലാംഡ. 3 സെൻട്രൽ മൊമെന്റുകളും ഈക്വൽ ആയിട്ടുള്ള. അതായത് μ1 എന്ന് പറയുമ്പോൾ മീൻ, ഫസ്റ്റ് സെൻട്രൽ മൊമെന്റ് മീൻ ആണ്. μ2 എന്ന് പറഞ്ഞാൽ വേരിയൻസ്, ഇത് എല്ലാ ക്ലാസ്സിലും നമ്മളിപ്പോൾ പറയാറുണ്ട്. μ3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേർഡ് സെൻട്രൽ മൊമെന്റ്. ഇത് 3ഉം ലാംഡയാണ്. അപ്പൊ അത് പഠിച്ചു വെക്കാൻ എളുപ്പമായി. കുറെ ഇക്വേഷൻസ് പഠിച്ചു വെക്കേണ്ട. അപ്പൊ അത് എളുപ്പമായി. ഇനി മൊമെന്റ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ, മൊമെന്റ്സിനെ ജനറേറ്റ് ചെയ്യാൻ എബിലിറ്റി ഉള്ള ഫംഗ്ഷൻസ്, അത് പോയ്സൺ ഡിസ്ട്രിബ്യൂഷന്റെ എന്താണ്? e raised to lambda into e raised to t minus 1. അത് ഒരുവിധപ്പെട്ട ആൾക്കാരെല്ലാം ബൈഹാർട്ട് ചെയ്ത് വെക്കും. പക്ഷെ വരുന്നൊരു പ്രശ്നം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഠിച്ചു വെക്കുമ്പോൾ ഇങ്ങനെ പഠിച്ചു വെക്കും, പക്ഷെ എഴുതുമ്പോൾ ആ e raised to t minus 1 അങ്ങ് താഴെ വരും. ശരിക്കും ലാംഡ ഇൻറ്റു e raised to t minus 1 എന്നുള്ളത് ആ എക്സ്പോണൻഷ്യലിന്റെ പവറിൽ വരുന്നതാണ്. ലാംഡ ഇൻറ്റു e raised to t minus 1 എക്സ്പോണൻഷ്യലിന്റെ പവറിലാണ്. അപ്പൊ e raised to lambda into e raised to t minus 1. അതാണ് അതിന്റെ മൊമെന്റ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ. ഇനി മൊമെന്റ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ പഠിച്ചു വെക്കുന്ന ഒരാൾക്ക് ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ ഇസ് വെരി സിമ്പിൾ. എങ്ങനെയാ? നമ്മൾ ഡിഗ്രിക്കൊക്കെ പഠിക്കുമ്പോഴും പറയാറില്ലേ, ഇപ്പോൾ മൊമെന്റ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ പഠിച്ചു വെച്ചിട്ടുണ്ട്, അങ്ങനെയാണെങ്കിൽ ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ പഠിക്കാൻ എഫേർട്ട് എടുക്കേണ്ട ആവശ്യമില്ല. എന്തുകൊണ്ടാ? ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ സിമ്പിൾ ആണ്. മൊമെന്റ് ജനറേറ്റിംഗ് ഫംഗ്ഷനിൽ ടി ഇസ് റീപ്ലേസ്ഡ് ബൈ ഐ ടി. മൊമെന്റ് ജനറേറ്റിംഗ് ഫംഗ്ഷനിൽ ടി മാറ്റി ഐ ടി ആക്കിയാൽ മതി. അപ്പൊ e raised to lambda into e raised to it minus 1. ഇതാണ് ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു മൊമെന്റ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ നീഡ് നോട്ട് ബി ഓൾവൈസ് എക്സിസ്റ്റ്. മൊമെന്റ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ എല്ലാ ഡിസ്ട്രിബ്യൂഷനും എക്സിസ്റ്റ് ചെയ്യണം എന്നില്ല. പക്ഷേ
ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ ഇസ് ഓൾവേസ് എക്സിസ്റ്റ്. ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ എല്ലാ ഡിസ്ട്രിബ്യൂഷനും എക്സിസ്റ്റ് ചെയ്യും. അത് ഓർത്തു വെച്ചോളാം. ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ എല്ലാ ഡിസ്ട്രിബ്യൂഷനും എക്സിസ്റ്റ് ചെയ്യും, പക്ഷേ മൊമെന്റ് ജനറേറ്റീവ് ഫംഗ്ഷൻ എല്ലാത്തിനും എക്സിസ്റ്റ് ചെയ്യണമെന്നില്ല. ഇത് കുറെ ഇന്റർവ്യൂസിനൊക്കെ ചോദിക്കാറുണ്ട്. ഓക്കെ, ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ എല്ലാ ഡിസ്ട്രിബ്യൂഷനും എക്സിസ്റ്റ് ചെയ്യും, പക്ഷെ മൊമെന്റ് ജനറേറ്റീവ് ഫംഗ്ഷൻ എല്ലായിടത്തും എക്സിസ്റ്റ് ചെയ്യുന്നില്ല. പിന്നെ ഇവിടെ നമ്മളിപ്പോ പറഞ്ഞു μ1 ഈക്വൽ ടു μ2 ഈക്വൽ ടു μ3 ഈക്വൽ ടു ലാംഡ ആണെന്ന്. μ1 ഈക്വൽ ടു μ2 ഈക്വൽ ടു μ3 ഈക്വൽ ടു ലാംഡ ആണെന്ന് പറഞ്ഞു. ഇതേപോലെ അതായത് സെൻട്രൽ മൊമെന്റുകൾ, ആദ്യത്തെ 3 സെൻട്രൽ മൊമെന്റുകൾ ഈക്വൽ ആണ്, ദാറ്റ് ഇസ് ഈക്വൽ ടു ലാംഡ എന്ന് പറഞ്ഞു. അതേപോലെ ക്യുമുലൻസ് ഉണ്ട്, ക്യുമുലന്റ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ. അതൊക്കെ വേണമെങ്കിൽ നമുക്കൊരു സെപ്പറേറ്റ് ക്ലാസ് ഒക്കെ എടുക്കാം. ഇപ്പൊ ഇതിന്റെ കൂട്ടത്തിൽ ഞാൻ പറയുന്നില്ല. ഇപ്പൊ ക്യുമുലന്റ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ, ക്യുമുലന്റിന് കെ അല്ല, ആക്ച്വലി സി ആണ്. CUM എന്ന് പറഞ്ഞിട്ടാണ് അത് തുടങ്ങുന്നത്, പക്ഷെ അത് ഡിനോട്ട് ചെയ്യുന്നത് കെ വെച്ചിട്ടാണ്. അപ്പൊ ക്യുമുലന്റ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ അതായത് പ്രോബബിലിറ്റി ജനറേറ്റിംഗ് ഫംഗ്ഷൻ, പ്രോബബിലിറ്റീസ് ജനറേറ്റ് ചെയ്യുന്നു, അത് ഡിസ്ക്രീറ്റിന് മാത്രമേ ഉള്ളൂ. മൊമെന്റ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ മൊമെന്റ്സ് ജനറേറ്റ് ചെയ്യുന്നു, അത് ഡിസ്ക്രീറ്റിനും കണ്ടിന്യൂസിനും ഉണ്ട്. ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ ഡിസ്ക്രീറ്റിനും കണ്ടിന്യൂസിനും ഉണ്ട്. ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷനിൽ നിന്ന് നമുക്ക് മൊമെന്റ്സ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ദെൻ ക്യുമുലന്റ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ അത് ഡിസ്ക്രീറ്റിനും കണ്ടിന്യൂസിനും ഉണ്ട്. പക്ഷെ ഈ പറഞ്ഞ 4 എണ്ണത്തിൽ പ്രോബബിലിറ്റി ജനറേറ്റിംഗ് ഫംഗ്ഷൻ ഡിസ്ക്രീറ്റിന് മാത്രമേ ഉള്ളൂ. അതും ഞാൻ ഒരു ക്ലാസ്സിൽ പറഞ്ഞതാണ് ഓൾറെഡി. അപ്പൊ ക്യുമുലന്റ് ജനറേറ്റിംഗ് ഫംഗ്ഷനും പ്രത്യേകതയുണ്ട് പോയ്സൺ ഡിസ്ട്രിബ്യൂഷന്റെ കേസിൽ. എന്താ? ഫസ്റ്റ് ക്യുമുലന്റ് ഇസ് ഈക്വൽ ടു സെക്കൻഡ് ക്യുമുലന്റ് ഇസ് ഈക്വൽ ടു തേർഡ് ക്യുമുലന്റ് ഇസ് ഈക്വൽ ടു ആൻഡ് ഫോർത്ത് ക്യുമുലന്റ് ഇസ് ഈക്വൽ ടു ലാംഡ. അതും ചിലപ്പോൾ ചോദിക്കാം. സെൻട്രൽ മൊമെന്റ് പോലെ തന്നെ ചോദിക്കാൻ കൊള്ളാവുന്നതാണ്. ഫസ്റ്റ് ക്യുമുലന്റ്, സെക്കൻഡ് ക്യുമുലന്റ്, തേർഡ് ക്യുമുലന്റ്, ഫോർത്ത് ക്യുമുലന്റ് ഇസ് ഈക്വൽ ടു ലാംഡ. അത് ബൈ ഹാർട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പൊ അത്രയും കിട്ടി. ഇനി β1. വാട്ട് ഇസ് β1? മെഷർ ഓഫ് സ്ക്യൂനെസ്. മെഷർ ഓഫ് സ്ക്യൂനെസ് എന്ന് പറയുന്നത് β1 എന്ന് പറയുന്നത് 1/λ ആണ്. മെഷർ ഓഫ് സ്ക്യൂനെസ്. മെഷർ ഓഫ് സ്ക്യൂനെസ് എന്തായിരുന്നു അതിന്റെ ഇക്വേഷൻ? അതും പഠിച്ചു വെക്കുക. കാര്യം ഇപ്പോ റോ ആയിട്ടുള്ള ഡേറ്റ ഒക്കെ തന്നിട്ട് നമുക്ക് 3 കൈൻഡ് ഓഫ് ഡേറ്റാസ് ആണ് ആക്ച്വലി ഉള്ളത്. നമ്മൾ മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി ഒക്കെ പഠിക്കുമ്പോൾ അവിടെ പറയാറുണ്ട് വി ഹാവ് 3 കൈൻഡ് ഓഫ് ഡേറ്റാസ്: റോ ഡേറ്റ, ഗ്രൂപ്പ്ഡ് ഡേറ്റ ആൻഡ് അൺഗ്രൂപ്പ്ഡ് ഡേറ്റ. റോ ഡേറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഒബ്സർവേഷൻസ് മാത്രം ഉള്ളത്. അൺഗ്രൂപ്പ്ഡ് ഡേറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒബ്സർവേഷൻസ് ഉണ്ടാവും, കറസ്പോണ്ടിങ് ഫ്രീക്വൻസീസ് ഉണ്ടാവും. ഗ്രൂപ്പ്ഡ് ഡേറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒബ്സർവേഷൻസിനൊക്കെ ഗ്രൂപ്പ് ആക്കി 0 to 10, 10 to 20 ആ ഒരു കൈൻഡ് ഓഫ് ഡേറ്റയാണ് ഗ്രൂപ്പ്ഡ് ഡേറ്റ എന്ന് പറയുന്നത്. അപ്പൊ ഒരു റോ ഡേറ്റ ഒക്കെ തന്നിട്ട് ചിലപ്പോ ഇപ്പോ ഗ്രൂപ്പ്ഡ് ഡേറ്റ ഒക്കെ തന്നിട്ടൊന്നും ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് ചോദിക്കില്ല, ബിക്കോസ് ദാറ്റ് ഇസ് ടൈം കൺസ്യൂമിങ്. കോമ്പറ്റേറ്റീവ് എക്സാമിന് എപ്പോഴും വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളെ ചോദിക്കുള്ളൂ. അപ്പൊ ഒരു റോ ഡേറ്റ ഒക്കെ തരുന്നുണ്ടാവുള്ളൂ. അപ്പൊ ഒരു റോ ഡേറ്റ ഒക്കെ തന്നിട്ട് മെഷർ ഓഫ് സ്ക്യൂനെസ് ഒക്കെ വേണമെങ്കിൽ ചോദിക്കാം. അപ്പൊ നമ്മൾ ആ ഇക്വേഷൻ ഒന്ന് ബൈ ഹാർട്ട് ചെയ്ത് വെക്കുക. β1ന്റെ ഇക്വേഷൻ എന്താ? μ3 സ്ക്വയർ ബൈ μ2 ക്യൂബ്. ഇത് മറക്കരുത്. μ3 സ്ക്വയർ ബൈ μ2 ക്യൂബ്. ഇതാണ് മെഷർ ഓഫ് സ്ക്യൂനെസ് എന്ന് പറയുന്നത്. μ3 സ്ക്വയർ ബൈ μ2 ക്യൂബ്. μ3 സ്ക്വയർ ബൈ μ2 ക്യൂബ്. അത് 1/μ ആണ് പോയ്സൺ ഡിസ്ട്രിബ്യൂഷന്റെ കേസിൽ. അപ്പൊ മെഷർ ഓഫ് കർട്ടോസിസ് എന്താ? β2. അതും ബൈ ഹാർട്ട് ചെയ്ത് വെക്കുക. μ4 ബൈ μ2 സ്ക്വയർ. μ4 ബൈ μ2 സ്ക്വയർ. ദാറ്റ് ഇസ് ഈക്വൽ ടു 1/λ പ്ലസ് 3. 1/λ പ്ലസ് 3. അപ്പോ β1 അഥവാ മെഷർ ഓഫ് സ്ക്യൂനെസ് എന്ന് പറയുന്നത് 1/λ ആണ്. അതിന്റെ അർത്ഥം വിച്ച് ഇസ് പോസിറ്റീവ്ലി സ്ക്യൂഡ്. അത് പോസിറ്റീവ്ലി സ്ക്യൂഡ് ആണ്, അതായത് സ്ക്യൂനെസ് ഗ്രേറ്റർ ദാൻ 0 ആണ്. സോ പോസിറ്റീവ്ലി സ്ക്യൂഡ് ആണ്. അപ്പൊ അത് ബൈ ഹാർട്ട് ചെയ്ത് വെക്കുക. പോയ്സൺ ഡിസ്ട്രിബ്യൂഷൻ പോസിറ്റീവ്ലി സ്ക്യൂഡ് ആണ്. അതൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ അതേപോലെ മെഷർ ഓഫ് കർട്ടോസിസ് എന്ന് പറയുന്നത് 1/λ പ്ലസ് 3 ആണ്. ഓക്കെ, അതിന്റെ അർത്ഥം ഗ്രേറ്റർ ദാൻ 3 ആണ്. അപ്പോ അത് ലെപ്റ്റോകേർട്ടിക് ആണ്. ലെപ്റ്റോകേർട്ടിക്. അപ്പോ പോയ്സൺ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ലെപ്റ്റോകേർട്ടിക്കും പോസിറ്റീവ്ലി സ്ക്യൂഡുമായിട്ടുള്ള ഒരു ഡിസ്ട്രിബ്യൂഷൻ ആണ്. ലെപ്റ്റോകേർട്ടിക്കും പോസിറ്റീവ്ലി സ്ക്യൂഡുമായിട്ടുള്ള ഒരു ഡിസ്ട്രിബ്യൂഷൻ ആണ്.
പിന്നെ ഇത്രയും കാര്യങ്ങളൊക്കെ ബൈഹാർട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ റെക്കറൻസ് റിലേഷൻഷിപ്പ് ഒന്നും ബൈഹാർട്ട് ചെയ്യണമെന്ന് നിർബന്ധമില്ല. ബാക്കിയൊക്കെ തന്നെ ഇതിനകത്ത് അണ്ടർസ്റ്റുഡ് ആയിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി എക്സ്ട്രാ കുറച്ച് പോയിന്റ്സ് ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ കേസിൽ പറഞ്ഞ പോലെ പോയിസൺ ഡിസ്ട്രിബ്യൂഷന്റെ കേസിൽ നമുക്ക് അഡിറ്റീവ് പ്രോപ്പർട്ടി പറയാം. അതായത് എക്സ് ഫോളോ ചെയ്യുന്നത് പോയിസൺ λ1, ഒറ്റ പാരാമീറ്റർ അല്ലേ ഉള്ളൂ, അപ്പോൾ λ1 ഇൻഡിപെൻഡന്റ് ഓഫ് y follows Poisson λ2, then x plus y follows Poisson λ1 plus λ2. ഒരു പാരാമീറ്റർ ഉള്ളതുകൊണ്ട് കൺഫ്യൂഷൻ ഒന്നുമില്ല, ഏതിനാണ് പ്ലസ് കൊടുക്കേണ്ടതെന്നുള്ള കൺഫ്യൂഷൻ ഒന്നുമില്ല. പക്ഷേ only one mandatory is that x and y are independent. x ഉം y ഉം ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ x ഉം പോയിസൺ ആണ്, y ഉം പോയിസൺ ആണെങ്കിൽ x plus y പോയിസൺ ആയിരിക്കും. ഒരിക്കലും മറക്കരുത്. ഓക്കെ, ഇനി ഇതിനകത്ത് നിന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റുന്ന വേറൊരു കാര്യമുണ്ട്. അതായത് കഴിഞ്ഞ ക്ലാസ്സിൽ ബൈനോമിയൽ പഠിപ്പിച്ചപ്പോൾ ഞാൻ പറഞ്ഞു കണ്ടീഷണൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എക്സ് ഗിവൺ എക്സ് പ്ലസ് വൈ. അതായത് എക്സും ബൈനോമിയൽ ആണ്, വൈയും ബൈനോമിയൽ ആണെങ്കിൽ എക്സ് ഗിവൺ എക്സ് പ്ലസ് വൈ ഫോളോ ചെയ്യുന്നത് എക്സും ബൈനോമിയൽ ആണ്, വൈയും ബൈനോമിയൽ ആണെങ്കിൽ എക്സ് പ്ലസ് വൈയും ബൈനോമിയൽ ആയിരിക്കും, ഇൻഡിപെൻഡന്റ് ആവുന്ന കേസിൽ മാത്രം. അപ്പൊ എക്സ് ഗിവൺ എക്സ് പ്ലസ് വൈ ഹൈപ്പർ ജിയോമെട്രിക് ആണെന്നും അതിന് നമുക്ക് പഠിക്കാനുള്ളതാണെന്നും ഞാൻ പറഞ്ഞു. അതേപോലെ പോയിസോണിനും റിസൾട്ട് ഉണ്ട്. എക്സ് ഫോളോ ചെയ്യുന്ന പോയിസോൺ λ1 ആണ്, വൈ ഫോളോ ചെയ്യുന്നത് പോയിസോൺ λ1 ആണ്, λ2 ആണ്. എക്സ് ആൻഡ് വൈ ആർ ഇൻഡിപെൻഡന്റ് ഓൾസോ. അപ്പൊ എക്സ് പ്ലസ് വൈ പോയിസോൺ തന്നെയാണ് λ1 പ്ലസ് λ2. ദെൻ ഇറ്റ്സ് കണ്ടീഷണൽ ഫോളോസ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ. അപ്പോ ബൈനോമിയലിന്റെ കണ്ടീഷണൽ ഹൈപ്പർ ജിയോമെട്രിക്, പോയിസോണിന്റെ കണ്ടീഷണൽ ബൈനോമിയൽ. ബൈനോമിയലിന്റെ കണ്ടീഷണൽ ഹൈപ്പർ ജിയോമെട്രിക് ഇതും ഇന്റർവ്യൂസിന് ചോദിക്കാറുണ്ട്. ഗസ്റ്റ് ആയിട്ടൊക്കെ ഇന്റർവ്യൂസിന് പോകുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സ്റ്റാറ്റിസ്റ്റിക്കൽ ബേസ്ഡ് ഇന്റർവ്യൂസിനൊക്കെ ചോദിക്കാറുണ്ട്. ഈ അടുത്തിടയ്ക്കും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ബൈനോമിയലിന്റെ കണ്ടീഷണൽ ഹൈപ്പർ ജിയോമെട്രിക്, പോയിസോണിന്റെ കണ്ടീഷണൽ ബൈനോമിയൽ. ഓക്കെ, പിന്നെ എക്സ് പ്ലസ് വൈ പോയിസോൺ ആണെന്ന് കരുതി എക്സ് മൈനസ് വൈ പോയിസോണോ അല്ലെങ്കിൽ ബൈനോമിയലോ ഒന്നും ആയിരിക്കില്ല കേട്ടോ, അങ്ങനെയും വിചാരിക്കരുത്. അഡിറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ അഡിഷന് മാത്രമുള്ളതാണ്, സബ്സ്ട്രാക്ഷൻ ഉള്ളതല്ല. ഓക്കെ അല്ലേ? ഇനി കുറച്ച് എക്സ്ട്രാ അഡീഷണൽ പ്രോപ്പർട്ടീസ് ഇതേപോലെ കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ വേണ്ടിയിട്ട്. ഫസ്റ്റ് വൺ, മോഡ്. നമ്മൾ ബൈനോമിയലിന് മോഡ് പഠിച്ചില്ലേ? അപ്പൊ പോയിസണിന് ഒരു മോഡ് ഉണ്ടാവില്ലേ? മോഡിന്റെ കോൺസെപ്റ്റ് എല്ലായിടത്തും സെയിം ആണ്, ദ വാല്യൂ ഓഫ് എക്സ് ഇൻ വിച്ച് ദ പി ഓഫ് എക്സ് ഇസ് മാക്സിമം. അപ്പൊ അവിടെ നമ്മൾ മോഡിന് ഒരു ഇക്വേഷൻ പഠിച്ചു. അതേപോലെ ഇവിടെ പോയിസോണിന് മോഡിന് ഒരു ഇക്വേഷൻ ഉണ്ട്. എന്താ? λ1 മൈനസ് λ-1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു λ. ഈ ഇൻഇക്വാലിറ്റി സാറ്റിസ്ഫൈ ചെയ്യുന്ന ഇൻഡിജർ വാല്യൂ ഓഫ് എക്സ് ആയിരിക്കും മോഡ് എന്ന് പറയുന്നത്. λ-1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു λ. ഓക്കെ, പിന്നെന്താ എക്സ്ട്രാ പറയാനുള്ളത്? പിന്നെ ഇപ്പം ലാംഡയുടെ വാല്യൂ 1 ആവുകയാണെങ്കിൽ, അതായത് പോയിസോൺ 1, പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് പാരാമീറ്റർ 1 ആവുകയാണെങ്കിൽ മീൻ ഡീവിയേഷൻ ഓഫ് എക്സ് ബാർ എന്ന് പറയുന്നത് 2/e സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്. ഇതും ഓർത്ത് വയ്ക്കാം. അതൊരു എക്സ്ട്രാ, അതങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല, എങ്ങാനും ചോദിച്ചാൽ. ലാംഡയുടെ വാല്യൂ 1 ആവുന്ന സമയത്ത്, പാരാമീറ്ററിന്റെ വാല്യൂ 1 ആവുന്ന സമയത്ത് മീൻ ഡീവിയേഷൻ ഓഫ് എക്സ് ബാർ എന്ന് പറയുന്നത്, എക്സ് ബാർ എന്ന് പറഞ്ഞാൽ എന്താ? മീൻ, സാമ്പിൾ മീൻ. അത് 2/e സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആയിരിക്കും. അത് ഓർത്ത് വയ്ക്കും. മാക്സിമം പ്രോപ്പർട്ടീസ് നമ്മൾ പറഞ്ഞു. വേറെ ഒന്നും ഇങ്ങനെ എക്സ്ട്രാ ഇല്ല. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ പോയിസൺ ഡിസ്ട്രിബ്യൂഷന്റെ കേസിൽ. ഇനി അടുത്ത സെഷനിൽ നമുക്ക് നെഗറ്റീവ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ പഠിക്കാം. പിന്നെ ഒരു ക്ലാസ്സും കൂടി ആകുമ്പോഴത്തേക്ക് ഡിസ്ക്രീറ്റ് കഴിയും. ഒരു 2 സെഷൻ കൊണ്ട് ഡിസ്ക്രീറ്റ് കഴിയും നമുക്ക്. അപ്പൊ അതിന്റെ കുറച്ച് പ്രോബ്ലംസ് ചെയ്യാം. ഓക്കെ, അപ്പൊ താങ്ക് യു ഫോർ വാച്ചിങ്. ആൻഡ് അതേപോലെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ആൻഡ് ഒക്കെ ഉണ്ടെങ്കിൽ, സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം.
പിന്നെ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്സ് നമ്മൾ പറയുന്ന ആ ഫ്ലോയിൽ പറഞ്ഞു വരുമ്പോൾ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ഒക്കെ നമുക്ക് വരികയാണെങ്കിൽ അതും നിങ്ങൾക്ക് കമന്റിൽ പറയാം, അല്ലെങ്കിൽ പേഴ്സണൽ ആയിട്ട് നിങ്ങൾക്ക് ചോദിക്കാം, പേഴ്സണൽ ആയിട്ട് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. ഓക്കെ, പേഴ്സണൽ ആയിട്ട് മെസ്സേജ് എന്തെങ്കിലും നിങ്ങൾക്ക് ഒരു സംശയമോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്റ്റഡി മെറ്റീരിയൽസോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണൽ ആയിട്ട് എനിക്ക് മെസ്സേജ് അയക്കാം. നമുക്കൊരു അക്കാദമി ഒക്കെ ഉണ്ട്, അപ്പൊ അതിന്റെ ഒരു പേഴ്സണൽ നമ്പർ ഞാൻ തരാം. 940029 അപ്പൊ ഇതാണ് നമ്മുടെ പേഴ്സണൽ നമ്പർ അല്ല, സോറി, നമ്മുടെ ട്യൂഷൻസ് ക്ലാസ് ഒക്കെ കണ്ടക്ട് ചെയ്യുന്നതിന്റെ ഡിസ്കഷൻസിനുള്ള ഒരു നമ്പർ. സോ ഇപ്പൊ 9400029347. ഇതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണലി മെസ്സേജ് അയക്കാം. ഇനി അതിന് ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് കമന്റ് ബോക്സിൽ ഇടാം. പിന്നെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നമുക്ക് ഇങ്ങനെ പറയുന്ന ഫ്ലോയിൽ എന്തെങ്കിലും മിസ്റ്റേക്സ് വരാണെങ്കിൽ അത് നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാം. ഒബ്വിയസ്ലി അത് മെൻഷൻ ചെയ്താലല്ലേ അത് വേറൊരാൾക്ക് നമുക്കത് കറക്റ്റ് ചെയ്തിട്ടാലേ ഇനി അടുത്ത വീഡിയോ കാണുന്ന ആൾക്കാർക്ക് അത് യൂസ്ഫുൾ ആവുള്ളൂ. ഓക്കെ, അപ്പോൾ ഓക്കെ, താങ്ക് യു.